ഹായ്ഡാ മക്കളെ, നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓണത്തിന്റെ എക്സാമിന്റെ പ്രത്യേകത എന്തൊക്കെയാ മിസ്സേ? വേറെ ഒന്നുമല്ല, നമ്മുടെ മക്കൾ ആദ്യമായിട്ട് അവർ പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് 7ാം ക്ലാസ് പോലെ അല്ല, അതാണ് അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. കാരണം 7ാം ക്ലാസ്സിന്റെ സിലബസും ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസും എടുത്ത് നോക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. 40 മാർക്കാണ് കുട്ടിക്ക് എക്സാം എഴുതിയെടുക്കേണ്ടത് അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്കാനുണ്ട്. സോ നമ്മള് കൃത്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ ആണ്. ചിലപ്പോ ഇവർ പല ടൈം ടേബിളും കണ്ടിട്ടുണ്ടാവും, പല ടൈം ടേബിളും പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇഷ്ടംപോലെ ടൈം ടേബിൾ വരുന്നുണ്ട്. പക്ഷെ ഇത് കൃത്യമായി നോക്കേണ്ടതുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒഫീഷ്യൽ ടൈം ടേബിൾ ആണ്. പക്ഷെ ഇതെന്താണ്? ഡ്രാഫ്റ്റ് ടൈം ടേബിൾ ആണ്. കാരണം ചില മക്കൾ വിചാരിക്കും എന്താണ് ഈ ഡ്രാഫ്റ്റ് ടൈം ടേബിൾ എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ ടൈം ടേബിളിൽ ചില സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ടെസ്റ്റ് റൺ ആണ്. ഇത് നമ്മൾ ഇത് കറക്റ്റായി പോകും. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മിസ്സേ 8ന്റെ ടൈം ടേബിളിൽ നമ്മൾ ഒരു പ്രശ്നവും കാണുന്നില്ല നിലവില്. 3-ാം തീയതി ചാൻസ് വളരെ കുറവാണ്. ഒഫീഷ്യൽ ആയിട്ട് മാറാനുള്ള പ്രത്യേകത എല്ലാത്തിനും ടൈം ടേബിൾ ഉണ്ട്. തന്നെ വരും. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇത് എന്തുകൊണ്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാല് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും ഏതാ എക്സാമിനേഷൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏകളിൽ എന്തുണ്ട്, ക്ലാസ്സസ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും തലേ ദിവസവും അന്നേ ദിവസവും അതിന്റെ മുന്നോടിയൊക്കെ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കാം. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് എടുത്തു തരാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഏകന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏകന്റെ സ്റ്റഡി പ്ലാനോട് കൂടി ഇവർക്ക് എന്ത് ചെയ്യാം. കാരണം ഒരു ടൈം ടേബിൾ ഒരു ഇങ്ങനെ വന്ന് നമ്മൾ അത് എഴുതിയെടുക്കുക പോലും ഇല്ല. പക്ഷെ ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ടൈം ടേബിൾ സെറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത് 3-ാം തീയതിയാണ്, ട്യൂസ്ഡേ ആണ് എക്സാം. ഫസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് പരീക്ഷ കേട്ടോ. ശ്രദ്ധിക്കണില്ല, മെജോറിറ്റി പരീക്ഷകളും ഉച്ചക്ക് തന്നെയാണ്. അതിൽ ഒരു എക്സാം മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, രാവിലെയും ഉച്ചക്കും വരുന്നത്. ഇനി 4-ാം തീയതി ഏതാണ് നമുക്ക് സബ്ജക്ട് വരുന്നത്? ഇംഗ്ലീഷ് ആണ് വരുന്നത്. സമയത്ത് വ്യത്യാസം ഉച്ചയ്ക്ക് ശേഷം 1:30ക്കാണ് വരുന്നത്. പക്ഷേ 5-ാം തീയതി ഒരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിന്ദിയാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് 1:30 മാറ്റിയിട്ട് വ്യത്യാസം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണേ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ എക്സാം ഹാളിൽ എത്തേണ്ടത്. ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ കാത്തിക്കാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്ന എക്സാം ആണ്. നമുക്കൊരു കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു കാര്യമുണ്ട് മിസ്സേ, പിന്നുള്ളക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം 5-ാം തീയതി കഴിഞ്ഞാൽ 6, 7, 8 ലീവ്. ശനി അല്ല, വെള്ളി, ശനി, ഞായർ ലീവാണ്. പിന്നെ അല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. 3, 4, 5 ഈ 3 ദിവസങ്ങളിൽ അവർക്ക് എന്തില്ല, ഗ്യാപ്പ് ഇല്ല. അടുപ്പിച്ചാണ് എക്സാം ഉള്ളത്. ആ ഗ്യാപ്പ് നികത്തുന്നത് നമ്മുടെ മാത്സ് പരീക്ഷന്റെ തലേ ദിവസങ്ങളിലാണ്. സോ ആ 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പൊ 9-ാം തീയതി മൺഡേ നമുക്ക് മാത്സ് ആണ്. 1:30 മുതൽ 3:45 വരെയാണ് മാത്സ് വരുന്നത്. 10-ാം തീയതി 1:30ക്ക് തന്നെയാണ് പരീക്ഷ. നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ്. നിങ്ങൾക്ക് ടൈം ടേബിൾ കാണുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യില്ലെങ്കിൽ കേട്ടോ, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇത് അതേപോലെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് മാത്രമല്ല, എല്ലാ ക്ലാസിന്റെ സ്ലൈഡ്സും അതിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ 10-ാം തീയതി പറഞ്ഞു, 11-ാം തീയതി നമ്മുടെ ബേസിക് സയൻസ് ആണ്. 1:30 മുതൽ 3:45 വരെ. പക്ഷെ അതവർക്ക് വലിയൊരു ടാസ്ക് ആണ് മാഷെ. അവിടെ എക്സാമിന് പ്രത്യേകത കൂടി ഉണ്ട്. ബാക്കി എല്ലാ എക്സാമിനേഷനും 40-ലാണ് മാർക്ക്. പക്ഷേ നമ്മുടെ ബേസിക് സയൻസ് മാത്രം 60-ലാണ് കേട്ടോ. 20 മാർക്ക് ഫിസിക്സ്, 20 മാർക്ക് കെമിസ്ട്രി, 20 മാർക്ക് ബയോളജി. അത് 60. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ടൈം ലിമിറ്റിൽ അവർ എന്ത് ചെയ്തിരിക്കണം, ആ കംപ്ലീറ്റ് 3 സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ആൻസേഴ്സും അവർ അറ്റൻഡ് ചെയ്തിരിക്കണം. ഞങ്ങൾ എന്തായാലും ചെയ്യുന്നത് കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. സോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട. സോ നിങ്ങൾക്ക് ആ കണ്ടന്റുകളും ആ വീഡിയോസ് ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരത്തുള്ളൂ കേട്ടോ. കൂടാതെ 12-ാം തീയതി ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഇവർക്ക് രാവിലെ എക്സാമിനേഷൻ. നമുക്ക് 2 പരീക്ഷയുണ്ട്. 10 മണിക്ക് സോഷ്യൽ സയൻസും പഠിക്കാനുണ്ട്, അല്ല എക്സാം ഉണ്ട്. അതേപോലെ തന്നെ ഉച്ചക്ക് 1:30ക്ക് ഏതാണ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷനും ആർട്ട് എഡ്യൂക്കേഷനും എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇപ്പൊ എല്ലാ സ്കൂൾസിലും നമ്മൾ കണ്ടിട്ടുള്ള എക്സാം ആണ്. അതും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ്. നമുക്ക് എല്ലാ ദിവസവും എല്ലാ എക്സാംസിന്റെ ഇടയിൽ ലീവ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ഞങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പോവാനുണ്ട്,
കാഹളം പോകാനുണ്ട്. അതായത് നമ്മുടെ ഓൾറെഡി കാഹളം മുഴങ്ങി കഴിഞ്ഞു, നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് സെക്കൻഡ് സെഷനിലേക്കാണ് ഈ ഒരു ടൈം ടേബിൾ നമ്മൾ വരുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിലെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഓണം പരീക്ഷ വേണ്ട കംപ്ലീറ്റ് കോൺസെപ്റ്റുകളും കവർ ചെയ്തുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ കുറെ കാഹളത്തിന്റെ ക്ലാസ്സസ് കാണാം. അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. യൂട്യൂബിലും ഉള്ള കുട്ടികൾക്കും നമ്മുടെ ആപ്പിലുള്ള ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇപ്പൊ നമ്മൾ നിങ്ങളോട് സംസാരിക്കാൻ യൂട്യൂബിലുണ്ട്. യൂട്യൂബിലുള്ള മക്കൾക്ക് വേണ്ടി ഫുൾ ഫ്രീ ആയിട്ട് A to Z ക്ലാസ്സുകൾ വിത്ത് കണ്ടന്റ് വീഡിയോസ് ഞങ്ങൾ ഇടുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. നല്ല മാർക്ക് നിങ്ങൾ കിട്ടും. നമ്മളെ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ടീം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ടീമിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. ഇവരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതൊരു ഒരു സംശയം വേണ്ട കേട്ടോ. നമ്മൾ ഇത്തവണ ഓണപരീക്ഷ അടിച്ചു പൊളിച്ചെഴുതും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇത്തവണ നമ്മൾ അടിച്ചു പൊളിക്കണം. അപ്പൊ മക്കളെ, മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ എന്ത് ചെയ്യണം? ബെൽ ബട്ടൺ ഞെക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതേപോലെ ഒരു കാര്യം കൂടി, നിങ്ങൾ കോൺഫിഡന്റ് ആണോ ഈ വരാൻ പോകുന്ന ഓണ പരീക്ഷയ്ക്ക്? നിങ്ങളുടെ ഒരു എന്താ പറയുക മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ വേണ്ടത്, ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡി പ്ലാനിൽ അതും കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് See you.